എല്ലാവർക്കും മലയാളം ടാരോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഹോപ്പുണൊപ്പുണോ ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ നെഗറ്റീവായി ചിന്തിക്കുന്നു, എനിക്ക് കൂടുതൽ ഇമോഷൻസ് വരുന്നു, എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത ഇമോഷൻസ് എല്ലാം നെഗറ്റീവായി ഞാൻ കൂടുതൽ ചിന്തിക്കുന്നു, അത് സൈഡ് എഫക്റ്റ് ആണോ എന്നൊക്കെയാണ്. നിങ്ങൾ ഹോപ്പുണൊപ്പുണോ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ ഹോപ്പുണൊപ്പുണെ കുറിച്ച് കുറേ വീഡിയോസും കുറേ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആരും അത് മര്യാദയ്ക്ക് കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം ഞാൻ ഇതിന് സെപ്പറേറ്റ് ടോപ്പിക് എടുത്ത് പറഞ്ഞ് ഞാനൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ തരാൻ പോവുകയാണ്. ഹോപ്പുണൊപ്പുണോ, സോറി എൻ്റെ ഡ്രോയിങ് ക്ഷമിക്കുക. സോ എന്താണ് ഹോപ്പുണൊപ്പുണോ? ഞാൻ ക്ലിയർ കട്ടായിട്ട് സിമ്പിൾ ആൻഡ് ക്ലിയർ ആയിട്ട് പറയാം. അത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കല്ല, ഞാൻ എടുത്ത് പറയാണ്. അത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കോ ഒരാളെ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരാനോ ഒരു സിറ്റുവേഷൻ ഫോഴ്സ് ചെയ്ത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കല്ല. അതൊരു ഹീലിംഗ് പ്രെയറാണ്, ഭയങ്കര ഒരു ഡീപ്പ് ഹീലിംഗ് പ്രെയറാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹീൽ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അത് ഒരു ഹോപ്പുണൊപ്പുണോ വഴിയായിരിക്കാം, എന്തെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസസ് ആയിരിക്കാം. ബട്ട് ദ മൊമെൻറ്റ് യു സ്റ്റാർട്ട്, ദ മൊമെൻറ്റ് നിങ്ങൾ എനിക്കിത് ഹീൽ ചെയ്യണം എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജേർണി ഒരിക്കലും എളുപ്പമായിരിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അപ്സ് ആൻഡ് ഡൗൺസ് എന്തായാലും ഉണ്ടായിരിക്കും. ഞാൻ ഹീൽ ചെയ്യാൻ തീരുമാനിച്ചു, സോ ഞാൻ പെട്ടെന്ന് ഹീലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. നമ്മുടെ ഒരു ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു ജേർണിയാണ്. നിങ്ങൾ ലൈഫിൽ വളർന്നു വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ അറിയാത്തുള്ള കുറേ സിറ്റുവേഷൻ, അതിപ്പോൾ ഒരാൾ നിങ്ങളെന്തെങ്കിലും കളിയാക്കിയതായിരിക്കാം, ബുള്ളിങ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് സിറ്റുവേഷൻസ് ആയിരിക്കാം, വളർന്നു വന്നിട്ടുള്ള കണ്ടീഷനിങ് ആയിരിക്കാം. അങ്ങനെയുള്ള പല സാഹചര്യങ്ങളാൽ നിങ്ങളുടെ മൈൻഡിൽ, നിങ്ങളുടെ ബോഡിയിൽ ഓർ മൈൻഡിൽ കുറേ നെഗറ്റീവ് തോട്ട്സുകളുണ്ട്. ഷാഡോ സൈഡുകളെന്ന് പറയും, നമ്മളറിയാണ്ട് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സ്, ഡാർക്ക് തോട്ട്സുകൾ. ആ തോട്ട്സുകളാണ് നിങ്ങളുടെ റിയാലിറ്റിയിൽ നിങ്ങൾ പേടിച്ച് ആലോചിച്ച് കൂട്ടി സബ് കോൺഷ്യസ്ലി നിങ്ങൾ നെഗറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എൻ്റെ അടുത്ത സെഷന് വരുന്നവർക്കൊക്കെ ഞാൻ ഈ ഹോപ്പുണൊപ്പുണോ പറഞ്ഞു കൊടുത്താലും അല്ലെങ്കിൽ ക്വയറീസിൽ വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് റിസൾട്ടുകൾ കൂടുതലും റിലേഷൻഷിപ്പാണ്. ഞാൻ ഹോപ്പുണൊപ്പുണോ ചെയ്താൽ എൻ്റെ ആൾ തിരിച്ചു വരും, ഞാനിത് ചെയ്യുന്നതുകൊണ്ട് ബാക്കിയുള്ളവർ ഹീലാവുകയാണ് ചെയ്യുന്നത്. അല്ല, ഹോപ്പുണൊപ്പുണോ സെൽഫ് ഹീലിംഗ് പ്രെയറാണ്. അത് ഞാൻ കുറേ വട്ടം പറഞ്ഞു, നിങ്ങൾ തന്നെ സെൽഫ് ഹീലിംഗ് ആണ്. അതൊരു ഡീപ്പ് ഹീലിംഗ് പ്രെയറാണ്. എന്താണ് ഹീലിംഗ്? ഒരു ദിവസം ഒരു രാത്രി കൊണ്ട് നടക്കുന്നതാണോ ഹീലിംഗ്? അല്ല. നിങ്ങൾ വളർന്ന നിമിഷം തൊട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള കുറേ ഷാഡോ സൈഡുകളുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതൊക്കെ ഒരു രാത്രി കൊണ്ട്, 2 ദിവസം കൊണ്ട്, ഒരു മാസം കൊണ്ട് അത് തീർക്കുന്നു. ചിലവർക്കത് കുറവായിരിക്കും. ഷാഡോ സൈഡ്സ് എന്ന് വെച്ചാൽ എന്താ? ഇതൊക്കെ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് ആണെന്ന് വിചാരിക്കാം, ഇതൊക്കെ നിങ്ങളുടെ ഷാഡോസ് ആണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ചെറുപ്പം മുതലേ വളർന്നു വന്നതുകൊണ്ട് കുറേ ഹീൽ ചെയ്യാനുണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നെഗറ്റീവ് സൈഡുകൾ ഉണ്ടായിരിക്കും, നെഗറ്റീവ് തോട്ട്സുകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ നിങ്ങളുടെ ഷാഡോസാണ്. അതേസമയം വേറെ ആൾക്കാർക്ക് കുറച്ച് ഷാഡോസ് ഉണ്ടാവുള്ളൂ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നെഗറ്റീവ് ബിലീഫ്സ്, കുറച്ച് കണ്ടീഷനിങ്. അത് ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. സോ നിങ്ങൾ ഹോപ്പുണൊപ്പുണോ ചെയ്യുമ്പോൾ എന്താ ഉണ്ടായിരിക്കുക? നിങ്ങളുടെ ഈ ബിലീഫ്സ് ക്ലിയർ ആവാൻ തുടങ്ങും. ആദ്യം ഈ ഇമോഷൻസ് എവിടേക്കാണോ ഒളിഞ്ഞു കിടന്നിരുന്നത് അതൊക്കെ പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് എന്തുകൊണ്ട് സംഭവിക്കുന്നത്, നിങ്ങൾക്ക് കൂടുതൽ ഇമോഷണൽ ആവുന്നത്, കൂടുതൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്. ബിക്കോസ് നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുമായിരുന്നു, അത് പുറത്തേക്ക് വരാൻ തുടങ്ങും ആ ഇമോഷൻസ്. എന്നാലേ നിങ്ങൾക്ക് അറിയുള്ളൂ ഇതാണ് എനിക്ക് ക്ലിയർ ചെയ്യേണ്ടത്. സോ ഹോപ്പുണൊപ്പുണോ എന്ത് ചെയ്യും? ഈ ഇമോഷൻസൊക്കെ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കുക അത് വർക്ക് ആവാൻ തുടങ്ങി, ഈ പ്രെയർ വർക്ക് ആവാൻ തുടങ്ങി. എന്നിട്ടാണ് ഹീലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ആവുക. അങ്ങനെ നിങ്ങളുടെ എല്ലാ ഇമോഷൻസ് വരുമ്പോൾ ആദ്യത്തെ ഒരു 1 വീക്ക് ഓർ 2 വീക്ക് ഓരോരുത്തർക്കും ഓരോ ടൈം ലൈൻ ആയിരിക്കും. അത് ഇമോഷണൽ ആവും, കൂടുതൽ ഇമോഷണൽ ആവും. സോ നിങ്ങൾക്കത് മനസ്സിലാവാൻ തുടങ്ങും, എനിക്ക് ഇതുണ്ട്, സോ ഇത് ക്ലിയർ ആവാം, ഐ എം സോറി പ്ലീസ് ഫോർഗിവ് മീ. അടുത്തത് വരുമ്പോൾ അത് മനസ്സിലായി, ഇതാണ് എൻ്റെ പ്രശ്നം, ഐ എം സോറി പ്ലീസ് ഫോർഗിവ് മീ. അതൊരു ജേർണിയാണ്, അല്ലാണ്ട് 1 നൈറ്റ് 2 നൈറ്റിലൊന്നും നടക്കുന്നതല്ല. ഇത് നിങ്ങളുടെ ഒരു ലൈഫിലെ ജേർണിയാണ്. നിങ്ങൾ ഹീലിംഗ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയോ അത് സ്റ്റോപ്പ് ചെയ്യാണ്ടിരിക്കുക. ഹോപ്പുണൊപ്പുണോ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ആദ്യം ചെയ്യും, എന്നിട്ട് പെട്ടെന്ന് എന്തുകൊണ്ട് റിസൾട്ട് വരുന്നില്ല എന്ന് ഫോക്കസായി നിൽക്കും. പക്ഷേ
അതിന് അതിൻ്റേതായിട്ടൊരു ടൈമുണ്ട്. നിങ്ങൾ ഈ ഹോപ്പോനോപ്പോനോ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ഇമോഷൻസ് പുറത്തേക്ക് വരുമ്പോൾ എന്താ ചെയ്യുക, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഷാഡോ സൈഡിനെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങൾ ആ ഹോപ്പോനോപ്പോനോ നിർത്തും. ഇതാണ് മിക്ക പേരും ചെയ്യുന്നത്. നിങ്ങൾക്കത് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങളത് നിർത്തും. പക്ഷെ അതാണോ ചെയ്യേണ്ടത്? ഓക്കെ, ഇത് പുറത്തേക്ക് വന്നു, അക്നോളജ് ചെയ്യുക, ഇതൊക്കെയാണ് എൻ്റെ സംഭവങ്ങൾ, ഇറ്റ്സ് ഫൈൻ. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും തോറും നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും, നിങ്ങൾ കൂടുതൽ ലൈറ്റർ ആവാൻ തുടങ്ങും, നിങ്ങൾക്ക് കൂടുതൽ മെല്ലെ മെല്ലെ സമാധാനമാവാൻ തുടങ്ങും. അപ്പോൾ എന്തുണ്ടാവും, ബാക്കിയുള്ളവർ ചിലപ്പോൾ അവർക്ക് കുറച്ച് ഇമോഷൻസ് ഉള്ള കാരണം അവർ ഹോപ്പോനോപ്പോനോ ചെയ്യുമ്പോൾ പെട്ടെന്ന് അവർക്ക് റിസൾട്ടുകൾ കണ്ടു തുടങ്ങും. ബിക്കോസ് എന്താ, അവരുടെ നെഗറ്റീവ് ബിലീഫ്സ് ക്യാൻസലായി തുടങ്ങി. അപ്പോൾ അവർ കൂടുതൽ പോസിറ്റിവിറ്റീനെ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും. ബിക്കോസ് അവർക്ക് നെഗറ്റീവ് ബിലീഫ്സ് ഉണ്ടെങ്കിൽ നെഗറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുള്ളൂ. അവർക്ക് ആ നെഗറ്റീവ് ബിലീഫ്സ് കഴിഞ്ഞു. സോ എന്ത് ചെയ്യും, പോസിറ്റീവായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ ഇടയിൽ ഞാൻ ഇൻട്രപ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും വിചാരിക്കും ഇപ്പോൾ ഫാമിലി ഇഷ്യൂസ്, ഞാനിത് ചെയ്യാൻ തുടങ്ങി എന്തുകൊണ്ട്, എന്നിട്ട് എൻ്റെ ഫാമിലി ഞാൻ ഇത് ഹീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഫാമിലിയും ഹീലാവുമോ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഷെയർഡായിട്ടുള്ള ഒരു എനർജി ബോണ്ടുകളുണ്ട്. നിങ്ങൾ ഷെയർഡായിട്ടുള്ള ഇപ്പോൾ ദേഷ്യമായിരിക്കാം, നിങ്ങൾ തമ്മിൽ തല്ലൂടുണ്ടാകുമ്പോൾ ദേഷ്യമായിരിക്കാം, എന്തെങ്കിലും വിഷമങ്ങളായിരിക്കാം, അതൊക്കെ ഒരു ഷെയർഡ് എനർജി ബോണ്ടാണ്. സോ നിങ്ങൾ ആ ഹീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ എനർജി ബോണ്ട് അവിടെ ഉണ്ടാവുമോ? അതവിടെ ഉണ്ടാവില്ല. അങ്ങനെയാണ് ഹീലാവുന്നത്. നിങ്ങളും ഹീലാവും, ആ എനർജി ബോണ്ടും ഹീലാവും. ബിക്കോസ് നിങ്ങളാണ് ഹീലാവുന്നത്. ഇത് ഹീൽ ചെയ്യുന്നതുകൊണ്ട് വേറൊരാൾക്കുള്ള ഹീലിംഗ് പ്രെയർ അല്ല. നിങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള എനർജീസ് അവിടെ ഹീലാവുന്നല്ലാണ്ട് ഇയാളുടെ കർമ്മ ഇയാളുടെയാണ്, ഇയാളുടെ ഇമോഷൻസ് ഇയാളുടെയാണ്. പക്ഷെ നിങ്ങളായിട്ട് കണക്ട് ചെയ്തേക്കണ സംഭവങ്ങൾ എന്തായാലും ഹീലാവാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്, എന്നെ സ്നേഹമില്ല, എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാൾക്കും ആ ഒരു നെഗറ്റീവ് വൈബ്രേഷനാണ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കത് തിരിച്ചും കിട്ടുന്നത്. ദ മൊമെൻറ്റ് നിങ്ങൾക്ക് ആ പോസിറ്റീവ് വൈബ്രേഷനാണ്, ഇയാൾക്ക് എന്നോട് സ്നേഹമുണ്ട്, സ്നേഹം ഇല്ലെങ്കിലും ഞാൻ ഭയങ്കര പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചും പോസിറ്റീവ് തന്നെ അട്രാക്റ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറ്, റിലേഷൻഷിപ്സ് ഹീലാവുന്നതുണ്ട്. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ ഹീലാവുന്നതുകൊണ്ടാണ്. നിങ്ങളൊരു പോസിറ്റീവ് വൈബ്രേഷൻ ആവുന്നതുകൊണ്ടാണ് പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് നിങ്ങളാണ് നിങ്ങളുടെ സിറ്റുവേഷൻസിനൊക്കെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് ബാക്കിയുള്ളവരല്ല ഹീൽ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു ഹെൽത്ത് ഇഷ്യൂവിന് വരുമ്പോൾ വേറൊരാൾക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂവിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം നിങ്ങൾ പറയും, ഞാൻ ഹോപ്പോനോപ്പോനോ ഇവരുടെ ഹെൽത്ത് ഹീൽ ചെയ്യാൻ ഉപയോഗിച്ചു. അപ്പം നിങ്ങളുടെ മൈൻഡിലാണ് ഇയാൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ എന്നുള്ളൊരു തോട്ട് ഉള്ളത്. ആ തോട്ടിനെ നിങ്ങൾ ഹീൽ ചെയ്യുമ്പോഴും അത് ഇയാളായിട്ട് കണക്ട് ചെയ്തേക്കണത് ഹീലാവാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾ ഇവർക്ക് പോസിറ്റീവ് എനർജി സെൻഡ് ചെയ്യാൻ തുടങ്ങും. പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഒരാൾക്ക് സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചും പോസിറ്റീവ് വൈബ്രേഷനാണ് കിട്ടുക. മനസ്സിലായോ? നിങ്ങൾ അറിഞ്ഞോ അറിയാണ്ടോ അവർക്കൊരു നെഗറ്റീവ് എനർജി സെൻഡ് ചെയ്യുന്നുണ്ടോ, അയ്യോ അവർക്ക് വയ്യ, അല്ല എൻ്റെ മക്കൾ പഠിക്കുന്നില്ല, ഇല്ല അവർക്ക് എന്നോട് സ്നേഹമില്ല, അതൊക്കെ ഒരു വൈബ്രേഷനായിട്ട് അവർക്ക് പോവുകയാണ്, ഒരു എനർജി ആയിട്ട് പോവുകയാണ്. ബട്ട് ദ മൊമെൻറ്റ് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ, ദ മൊമെൻറ്റ് നിങ്ങൾ ഒരു ഹാപ്പി, നിങ്ങൾ ഹോപ്പോനോപ്പോനോ ചെയ്യുമ്പോൾ നിങ്ങൾ ഹീലാവാൻ തുടങ്ങുമ്പോൾ കുറേയും കൂടെ പോസിറ്റീവ് വൈബ്രേഷൻ ആവാൻ തുടങ്ങും, പോസിറ്റീവ് ഓറ ആവാൻ തുടങ്ങും. ആ പോസിറ്റീവ് വൈബ്രേഷനിൽ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുള്ളൂ, ലവ്വിങ് ആയിട്ട് ചിന്തിക്കുള്ളൂ. സോ നിങ്ങൾക്ക് തിരിച്ചും കിട്ടാൻ പോകുന്നത് ആ ഒരു ലവ് എനർജിയാണ്. സോ അതാണ് ഇതിൻ്റെ ഒരു ഡീപ്പ് പ്രോസസ്സ് എന്ന് മനസ്സിലാക്കുക. സോ ഒരാൾക്ക് ഓരോ ഷാഡോ സൈഡുകൾ കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് റിസൾട്ട് കണ്ടു എന്ന് വരും എന്ന് വെച്ചിട്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജേർണിയിലും നിങ്ങളുടെ പ്രോസസ്സിലും ഫോക്കസ് വയ്ക്കുക. ബിക്കോസ് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ മാത്രമാണ്. നിങ്ങൾ വന്നിട്ടുള്ള സിറ്റുവേഷൻസ് യുണീക്കാണ്. ഓരോരുത്തരും വന്നിട്ടുള്ള സിറ്റുവേഷൻസ് യുണീക്കാണ്. സോ റിസൾട്ടുകൾ കാണുമ്പോൾ ജലസ് ആവാണ്ടും കമ്പയർ ചെയ്യാണ്ടും പോസിറ്റീവായിരിക്കുക. അവർക്കും കിട്ടി, എനിക്കും കിട്ടും, എനിക്കും റിസൾട്ട്. പക്ഷേ നിങ്ങൾ റിസൾട്ട് ഫോക്കസ് ചെയ്ത് വെയിറ്റിംഗ് എനർജി പ്രൊവൈഡ് ചെയ്യാണ്ടിരിക്കുക. ഇതൊരു ജേർണിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഹീലിങ്ങിലേക്ക് കിടക്കരുത്. ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു രാത്രി കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഞാൻ പറഞ്ഞു നടക്കുന്നതല്ല. അതൊരു ജേർണിയാണ്. നിങ്ങൾക്ക് അതിൻ്റെ അപ്സ് ഉണ്ടെങ്കിൽ ഒരു ഡൗൺ ഉണ്ടാവും, ഒരു അപ്പ് ഉണ്ടെങ്കിൽ ഒരു ഡൗൺ ഉണ്ടാവും. നമ്മൾ യൂണിവേഴ്സ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഒരു ഇമോഷൻസ് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് പൂച്ചകളെ ഭയങ്കര പേടിയാണ്, അല്ലെങ്കിൽ എനിക്ക് മൃഗങ്ങളെ ഭയങ്കര പേടിയാണെന്നുള്ളൊരു നെഗറ്റീവ് ബിലീവ്, അല്ലെങ്കിൽ എനിക്ക് എക്സാം തോൽക്കണത് ഭയങ്കര പേടിയാണ്, അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പിൽ എന്നെ ബ്രേക്കപ്പ് ചെയ്യുന്നത് ഭയങ്കര പേടിയാണ്. ആ പേടി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് വിചാരിക്കും, ഞാൻ ഹീലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഇനി എനിക്ക് ആ പേടികളൊന്നുമില്ല, ഞാൻ ഹീലായി കഴിഞ്ഞു, ഞാൻ അടിപൊളിയായി, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട് എന്നുള്ളൊരു തോട്ട് വരുമ്പോൾ അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ടെസ്റ്റ് തരും. അത് ശരി, എന്നാൽ ഞാൻ നോക്കട്ടെ, നീ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സ് നമ്മളെ ടെസ്റ്റ്
ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചാലഞ്ചിങ് ആണെന്ന് പറഞ്ഞത്. ബിക്കോസ് എന്തുകൊണ്ടാണ്, നിങ്ങൾക്ക് ആ സിറ്റുവേഷൻസ് വീണ്ടും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങളതെങ്ങനെ റിയാക്ട് ചെയ്യുന്നു, നിങ്ങളതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അതൊരു പോസിറ്റീവായിട്ട് കാണുക, അതിനെ മൈൻഡ്ഫുള്ളായിട്ട് കാണുക. അല്ലാണ്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് എനിക്ക് വരുന്നില്ല എന്നല്ലാണ്ട് ഇത് അക്നോളജ് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക, ട്രസ്റ്റ് ചെയ്യുക. ഇതൊരു ജേണിയാണ് എന്നുള്ളത്. സോ ഇമോഷൻസ് പുറത്തേക്ക് വരും എന്ന് വെച്ചിട്ട് നമ്മൾ നെഗറ്റീവ് ആവുമെന്ന് വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. ഇത് എന്ത് വന്നാലും നിങ്ങൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ആക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യുള്ളൂ. മനസ്സിലായോ? സോ ഈവൻ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത്രയും ഹീൽ ചെയ്തിട്ട് എന്തുകൊണ്ട് എനിക്ക് വീണ്ടും ഇത് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് ആണ്. അത് നിങ്ങളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളിപ്പോൾ വിചാരിച്ചു ഞാൻ എക്സാം പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കൊരു എക്സാം വെക്കില്ലേ, സ്കൂളിലൊരു എക്സാം വെക്കില്ലേ, ബോർഡ് എക്സാം വെക്കില്ലേ? ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഓരോ എക്സാം ഉണ്ടാവില്ലേ? 1ാം ക്ലാസ് കഴിയുമ്പോൾ ഒരു എക്സാം, 2ാം ക്ലാസ് കഴിയുമ്പോൾ 3ാം ക്ലാസ്സിലേക്ക് പാസ്സാവാൻ ഒരു എക്സാം. അങ്ങനെ ഇതൊരു ജേണിയാണ്. നിങ്ങൾക്ക് ടെസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും. പക്ഷേ അതിനൊക്കെ എന്തോ വലിയ സംഭവമല്ലാണ്ട് നിങ്ങൾക്കതൊക്കെ ഭയങ്കര ഈസിയായി പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തായാലും ഹോപ്പോനൊപ്പോനെ നിങ്ങളെ സഹായിക്കും. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക, അതിനുള്ളൊരു വിശ്വാസം ഉണ്ടായിരിക്കുക, ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. ഞാൻ എൻ്റെ ഭാഗം ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ ഭാഗം ചെയ്തു, ഇനി എനിക്ക് ഇതുകൊണ്ട് എന്താവും എന്ന് എനിക്കറിയില്ല, ബട്ട് ഐ ട്രസ്റ്റ് എന്നൊക്കെ പറയില്ലേ. നിങ്ങളുടെ ഭാഗം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഭാഗം നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്നുണ്ട്. ബാക്കി യൂണിവേഴ്സിൻ്റെ കയ്യിൽ വിട്ടിരിക്കുക. അതെന്തും നല്ലതായിട്ടേ വരുള്ളൂ എന്ന് വിശ്വസിക്കുക. അതിനെയാണ് നമ്മൾ ലെറ്റ് ഗോ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ചെയ്തു തരാം. സോ നിങ്ങൾ ഹീലിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും, ബട്ട് വർത്ത് ഇറ്റ് ആയിരിക്കും. നിങ്ങൾക്കത് എന്തായാലും വർത്ത് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഇമോഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടെക്നിക്സ് ഫോളോ ചെയ്യാം. നിങ്ങളൊരു ഹീലിംഗ് ജേർണി വന്നിട്ടുണ്ടെങ്കിൽ ബി കൺസിസ്റ്റൻറ്റ്, ബി റെഡി. നിങ്ങൾ നിങ്ങളുടെ ബെറ്റർ വേർഷൻ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടാണ് ഹീൽ ചെയ്യാൻ തീരുമാനിച്ചതെന്നുണ്ടെങ്കിൽ ബി റെഡി ഫോർ ദിസ് ചാലഞ്ചസ്. ബി റെഡി ടു ഫേസ് യുവർ ഓൺ ഷാഡോസ്. ബി റെഡി ടു ഫേസ് യുവർ ഓൺ ഇമോഷൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് ഫോഴ്സ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് അത് ഫേസ് ചെയ്യണം എന്ന് നിങ്ങൾ വാശി പിടിക്കുന്നത് റൈറ്റ് ആണോ? ഒരിക്കലും അല്ല. സോ ഫസ്റ്റ് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ ഫേസ് ചെയ്യുക. അതാണ് ഹീലിംഗ്. നിങ്ങളുടെ ഷാഡോ സൈഡ് ഫേസ് ചെയ്യുക. അത് എക്നോളജ് ചെയ്യുക. ഞാനൊരു ഹ്യൂമൺ ആയതുകൊണ്ട് ഇങ്ങനൊരു ഇമോഷൻ ഉണ്ട്. ഒരു ഇമോഷൻസ് പുറത്ത് വരുമ്പോൾ മനസ്സിലാക്കുക, ഇതെൻ്റെ ഉള്ളിലുള്ള ഇമോഷൻസ് ആയിരുന്നു, ഞാൻ മനസ്സിലാക്കി, സാരില്ല, ഇറ്റ്സ് ഓക്കെ. അതൊരു ലവിങ് എനർജി സെൻഡ് ചെയ്യാൻ തുടങ്ങുക. നിങ്ങളത് ചെയ്യും തോറും കൂടുതൽ സ്നേഹമുള്ള നിങ്ങൾ എത്ര ഉപദ്രവിച്ച ആൾക്കാരുകളാണെങ്കിലും, എത്ര നിങ്ങളോട് തല്ലൂടിയ ആൾക്കാരുകളാണെങ്കിലും നിങ്ങൾക്ക് അവരോടൊക്കെ ഒരു സ്നേഹം വരാൻ തുടങ്ങും. അത് നിങ്ങൾ പോസിറ്റീവ് ആവാൻ തുടങ്ങിയതാണ്. നിങ്ങളൊരു ഹീലിംഗ് ജേണിയാണ്. സോ ഇറ്റ്സ് നോട്ട് ഈസി, ബട്ട് ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ്. സോ ഒരു മാസം കൊണ്ടോ അത് ഓരോരുത്തർക്കും ഓരോ പോലെയാണെന്ന് ഞാൻ പറഞ്ഞു. ട്രസ്റ്റ് ദ ജേണി, ലെറ്റ് ഇറ്റ് ഗോ, സറണ്ടർ ടു യൂണിവേഴ്സ്. സെൽഫ് ഹീലിങ്ങിൽ വന്നവർക്കാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. അല്ല നിങ്ങൾക്ക് ഹീലൊന്നും ചെയ്യേണ്ട, വേറെ എന്തെങ്കിലും ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. ബട്ട് ഇത് ശരിക്കും എനിക്ക് എന്നെ ഹീൽ ചെയ്യണം, എൻ്റെ ഷാഡോ സൈഡ് ഹീൽ ചെയ്യണം, എനിക്കിതിൽ നിന്നൊക്കെ പുറത്ത് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഐ എം പ്രൗഡ് ഓഫ് യു. കീപ് ഗോയിങ്. ഒരു സംഭവം നെഗറ്റീവ് വന്നു എന്ന് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യണ്ട. ഫേസ് ചെയ്യുക, നേരിടുക. അതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കതൊക്കെ ഭയങ്കര ഈസി ആവാൻ തുടങ്ങും. ട്രസ്റ്റ് മീ. ഈ വീഡിയോൻ്റെ കമൻസിൽ ഞാൻ പോസിറ്റീവായിട്ട് എല്ലാവരുടെയും നിന്നും ഒരു പോസിറ്റീവ് കമൻസ് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി എനിക്ക് കിട്ടുന്ന 100% ഉറപ്പാണ്. ബിക്കോസ് ഹോപ്പോനോപ്പോനോ ഒരു നെഗറ്റീവ് സൈഡ് എഫക്റ്റ് ഒരിക്കലും ഇല്ല. അതൊരു പ്രെയറാണ്, അത് സെൽഫ് ഹീലിംഗ് ആണ്, മാനിഫെസ്റ്റേഷൻ ടെക്നിക്കല്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഹീലിംഗ് ഇസ് എ ജേർണി. ട്രസ്റ്റ് ദാറ്റ് ജേർണി. ഇറ്റ് വിൽ ബി വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ എല്ലാവർക്കും നന്ദി. ബ്ലെസ്ഡ് ആയിട്ടിരിക്കുക. ഹീലിംഗ് ജേർണിയിലെ എല്ലാവർക്കും കീപ് ഗോയിങ്. ഓക്കെ, stay blessed.